അങ്ങനെ ഇത്തവണത്തെ യൂറോ കപ്പിൽ സ്പെയിൻ ചാമ്പ്യന്മാരായിരിക്കുകയാണ്. ഇംഗ്ലണ്ടിനെ നാട് കടത്തിച്ച് വിട്ടു എന്ന് പറയില്ലേ, അതേമാതിരിയായിരുന്നു ഇന്നലത്തെ ഈ ഒരു ഫൈനൽ മത്സരം എന്ന് പറയേണ്ടത്. സ്വാഭാവികം ഒരു സ്പെയിൻ ആരാധകനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് രോമാഞ്ചിഫിക്കേഷൻ നൽകപ്പെട്ടിട്ടുള്ള ഒരു മത്സരമാണ്. കാരണം ഈ സീസണിൽ സ്പെയിനെ സംബന്ധിച്ചിടത്തോളം ഒരുമാതിരി എന്താ പറയുക, എക്സ്പീരിയൻസ് ഇല്ലാത്ത ടീമാണ് കടന്നു വരുന്നത്. ചെറിയ പയ്യന്മാരാണ് പന്ത് തട്ടുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സൊക്കെ ഒഴിവാക്കിയിരുന്ന ഒരു ടീമാണ് സ്പെയിൻ എന്ന് പറയേണ്ടത്. ആ ഒരു ടീമാണ് ഇന്ന് ഒരു തിരിച്ചുവരവോട് കൂടിയിട്ട് ഇംഗ്ലണ്ടിനെ നേരിട്ട് യൂറോ കപ്പിൻ്റെ ചാമ്പ്യന്മാരായിട്ടുള്ളത്. യൂറോ കപ്പിൻ്റെ ജർമ്മനിയുടെ നെറുകയിലെത്തി നിൽക്കുന്നത് സ്പെയിൻ എന്ന് പറയുന്ന രാജ്യമാണ്. അതായത് ഈ ഒരു മത്സരത്തിന് പോലും തിരിച്ചുവരവിൻ്റെ കഥകൾ പറയാനുണ്ട് എന്നുള്ളതാണ്. ഒരു ഗോളിന് വിജയിച്ച് നിൽക്കുന്നു, പിന്നീട് ഒരു ഗോളിന് സമനില വഴങ്ങുന്നു, മറ്റൊരു ഗോളിലൂടെ വീണ്ടും തിരിച്ചു വരുന്നു. അത്രക്കും വളരെ ഗംഭീരമായിട്ടുള്ള, വളരെ രോമാഞ്ചിഫിക്കേഷൻ നൽകിയിട്ടുള്ള ഒരു സ്പാനിഷ് പടയാണ് ഇന്നത്തെ ഈ ഒരു മത്സരത്തിൽ, അതായത് ഈ ഒരു ഫൈനൽ വേദിയിൽ എല്ലാ ഫുട്ബോൾ ആരാധകരും വീക്ഷിച്ച് കണ്ടതെന്ന് വേണം പറയാൻ. മത്സരം തുടങ്ങി മത്സരത്തിൻ്റെ 20-30 മിനിറ്റ് കഴിയുമ്പോഴും സ്പെയിൻ്റെ ആധിപത്യമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഒരു പക്ഷേ ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 2 മത്സരങ്ങൾ, ഇംഗ്ലണ്ടിൻ്റെ അവസാനത്തെ 2 മത്സരങ്ങൾ കണ്ടവർക്കറിയാം, ഇംഗ്ലണ്ട് നല്ല രീതിയിലുള്ള പോരാട്ട വീരങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. പക്ഷേ അവിടെയൊന്നും ഈ ഒരു ഫൈനൽ മത്സരത്തിൽ ആ ഒരു വിലയൊന്നും കൊടുക്കാതെ കിടിലം പോരാട്ടമാണ് ഇംഗ്ലണ്ടിനെതിരെ സ്പെയിന് കാഴ്ചവെച്ചത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫിലൊന്ന് നോക്കുക, യമാൽ ഓൾമോയെ പോലെയുള്ള താരങ്ങളെയൊക്കെ ഇംഗ്ലണ്ടിൻ്റെ ഡിഫൻസ് പൂട്ടിയിട്ട് എന്ന് വേണം പറയാൻ. പക്ഷേ അവർ പൂട്ടാൻ മറന്ന ഒരു നമ്പറുകാരുണ്ട്, 17 നമ്പറുകാരൻ. യെസ്, ദിസ് നെയിം ഈസ് നിക്കോ വില്യംസ്. തകർത്താടിക്കൊണ്ടിരിക്കുകയാണ് ഫസ്റ്റ് ഹാഫിൽ. അങ്ങനെ 0-0 എന്ന വക്കിൽ ഫസ്റ്റ് ഹാഫ് അവസാനിക്കുന്നു. സെക്കൻഡ് ഹാഫിലേക്ക് കളി കടന്നു വരുന്നു. ബട്ട് സ്റ്റിൽ നിക്കോ വില്യംസ് എന്ന് പറയുന്ന ആ ഒരു താരത്തെ പൂട്ടാൻ മറന്ന ഇംഗ്ലണ്ടിന് തിരിച്ചടി വരുന്നു എന്ന് വേണം പറയാൻ. അതുവരെ മത്സരത്തിൻ്റെ ഏതെങ്കിലും ചില ദൃശ്യങ്ങളിൽ മാത്രം കാഴ്ചക്കാരനാക്കിയിട്ടുള്ള ഈ ലാമിൻ യമാൽ എന്ന് പറയുന്ന താരത്തിൻ്റെ അസിസ്റ്റോട് കൂടി നിക്കോ വില്യംസ് സ്പെയിനിന് വേണ്ടി ഗോൾ കണ്ടെത്തുകയാണ്. ആദ്യത്തെ അധ്യായം കുറിക്കപ്പെടുകയാണ്. ഫൈനലിൽ ഇജാതി ഒരു തിരിച്ചുവരവാണ് സ്പെയിൻ നടത്തിയിട്ടുള്ളത്. മത്സരം വീണ്ടും പുരോഗമിക്കുകയാണ്. അതായത് പിന്നീട് നമ്മൾ കണ്ടത് ഓരോ സ്റ്റെപ്പ് ഓവർ ഇങ്ങനെ വെച്ചിട്ട് സ്പെയിൻ അറ്റാക്കിങ്ങിൻ്റെ മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ പൊരുതി മാറാൻ തയ്യാറല്ലാത്ത ഇംഗ്ലണ്ടിന് അവരുടെ ഒരു സബ്സ്റ്റിറ്റ്യൂഷന് അതായത് സൗത്ത് ഗേറ്റിൻ്റെയൊക്കെ ഏറ്റവും നല്ല തീരുമാനങ്ങളാണ് ഈ ഒരു ഫൈനലിൽ അദ്ദേഹം എടുത്തിട്ടുള്ളത്. അതായത് പാമറിനെ ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവരുന്ന ആ ഒരു ശൈലിയാണ് ഞാൻ പറഞ്ഞത്. സോ അദ്ദേഹം ഗ്രൗണ്ടിലേക്ക് വരുന്നു. 73-ാം മിനിറ്റിൽ സാക്കയുടെ ഒരു മുന്നേറ്റം വരുന്നുണ്ട്. സാക്ക പന്ത് കൊണ്ടുവരുമ്പോൾ നേരെ ജൂഡ് ബെല്ലിംഗ്ഹാമിന് കൊടുക്കുന്നു. ബെല്ലിംഗ്ഹാമിൻ്റെ കറക്റ്റ് ഒരു ബാക്ക് ഹീൽ പാസ് വരുന്നു. നേരെ വരുന്നത് പാമറിൻ്റെ കാലുകളിലേക്കാണ്. ഒരു ഇടിമിന്നൽ ഷോട്ട് മെല്ലെയാണ് പോകുന്നത്. ഏകദേശം 31-24 വാര അകലെ നിന്നാണ് ആ ഷോട്ട് വരുന്നത്. ഷോട്ട് വരുന്നു. സ്പെയിൻ ഗോൾ കീപ്പറായിട്ടുള്ള ഉനൈ സിമിയോൻ്റെ കൈകളെ ഭേദിച്ചുകൊണ്ട് ഇംഗ്ലണ്ടിനെ സമനിലയിൽ എത്തിച്ചു കൊടുക്കുകയാണ് പാമർ. ഈ ഒരു സമനിലയിൽ നിന്ന് തന്നെ വീണ്ടും തുടങ്ങുകയാണ് ഇംഗ്ലണ്ട്. അതായത് ഇംഗ്ലണ്ട് പിന്നീട് ഒരു 10 മിനിറ്റ് അൺസ്റ്റോപ്പബിൾ എന്ന് പറയുന്ന ഒരു രീതിയിലാണ് കളി മെനഞ്ഞിട്ടുള്ളത്. പക്ഷേ സ്പെയിൻ്റെ പോരാട്ട വീരത്തിന് മുമ്പിൽ ഇംഗ്ലണ്ടിന് അടിപതറി എന്ന് വേണം പറയാൻ. 86-ാം മിനിറ്റിൽ മറ്റൊരു സ്പെയിൻ മുന്നേറ്റം വരുന്നു. മിക്കായിൽ ഓയാർസബർ എന്ന് പറയുന്ന ആ ഒരു താരത്തിൻ്റെ അതിമനോഹരമായിട്ടുള്ള മറ്റൊരു ഗോളിന് ലോകം സാക്ഷ്യം വഹിക്കുന്നു. ഇതോടുകൂടി തന്നെ നമ്മൾ വിചാരിച്ചു സ്പെയിൻ കളി പൂട്ടിയെന്ന്. പക്ഷേ കളി തീർന്നിട്ടില്ല. 89-ാം മിനിറ്റിൽ ഓൾമോയുടെ ഒരു സേവ് നമ്മൾ കണ്ടു. അതായത് ഓൾമോ എന്ന് പറയുന്ന താരം ഫോർവേഡിലേക്കും മിഡിലേക്കും ഡിഫൻസിലേക്കും ഇറങ്ങി കളിക്കുന്ന ഒരു ശൈലി. അതെ, സ്പെയിൻ്റെ എല്ലാ താരങ്ങളും ഡിഫൻസിൽ വരെ വന്ന് നിൽക്കുന്ന ഒരു ശൈലിയാണ് നമ്മൾ അവസാന നിമിഷത്തിൽ കണ്ടിട്ടുള്ളത്. ആ ഒരു ഹെഡ് ഒരു പക്ഷേ നമ്മൾ ഗോളായി എന്ന് വിചാരിച്ചു. അങ്ങനെ ഇതോടുകൂടിയിട്ട് ഈ മത്സരം ഇവിടെ പരിപൂർണ്ണമാകുകയാണ്. ഇത്തവണത്തെ ചാമ്പ്യന്മാരായി മാറിയത് സ്പെയിനാണ്. വാട്ട് എ കം ബാക്ക് ആൻഡ് വാട്ട് എ മാച്ച് സ്പെയിൻ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ടീമിനെ നെയ്തെടുത്തതിൽ ആ കോച്ചിന് വേണം നമ്മൾ നന്ദി പറയാൻ. അദ്ദേഹത്തിൻ്റെ ആ ഓരോ ഡിസിഷനും ഈ സീസണിൽ നോക്കുക. ഈ ഒരു സീസണിൽ ഓരോ ഡിസിഷനും റെഡി ആയിട്ടുള്ള ഡിസിഷനാണെന്ന് പറയാം.